ഹോർമൂസിന്റെ പരിപൂർണ നിയന്ത്രണം അമേരിക്കയുടെ കൈവശമെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകളെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്തതായും യുഎസ് സെൻട്രൽ കമാൻഡ് വക്താവ് അറിയിച്ചു. ഹോർമൂസ് സുരക്ഷിത പാതയായി തുടരുന്നുവെന്നും സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. I'm Admiral Brad Cooper, Commander of U.S. Central Command, here with an operational update on 2 ongoing missions in the Middle East. Many of our 50,000 U.S. troops operating across the region are doing outstanding work executing the naval blockade against Iran while maintaining commercial traffic flow through the Strait of Hormuz. As recently announced, the U.S. military has achieved a major milestone in the Strait of Hormuz. We have successfully cleared sea mines in the Strait's international shipping lanes that were laid months ago by Iran's Islamic Revolutionary Guard Corps. Internationally recognized transit routes in the Strait are free of Iranian sea mines thanks to the incredible work of the U.S. military. ഈ സുരക്ഷിതമായൊരു യാത്ര ഇനി കപ്പലുകൾക്ക് സാധ്യമാകുമോ? ഇപ്പോൾ ഇതാ അമേരിക്കയുടെ ഒരു പ്രധാനമായൊരു പ്രസ്താവന വന്നിരിക്കുന്നു. അവിടെ ഹോർമൂസിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകളൊക്കെ തന്നെ നീക്കിയിരിക്കുന്നു. സുരക്ഷിതമായ ഒരു പ്രദേശമായി അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു കപ്പൽ ചാലായി ഇപ്പോൾ ഹോർമൂസ് മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജിത്തമ്പാടി, തീർച്ചയായും ഹോർമൂസിലെ സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ യുഎസ് സെൻട്രൽ കമാൻഡിന് സാധിച്ചു. അതായത് മിഡിൽ ഈസ്റ്റിൽ സുരക്ഷ ഉറപ്പാക്കുന്ന സൈനിക നീക്കങ്ങൾ നടത്തുന്ന യുഎസ് സെൻട്രൽ കമാൻഡിന് സാധിച്ചു എന്നാണ് ഇപ്പോൾ കമാൻഡിന്റെ വക്താവ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യുഎസ് സെൻട്രൽ കമാൻഡ് നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ഒരു നടപടി മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഹോർമൂസിൽ ഇറാൻ വിന്യസിച്ചിരുന്ന അല്ലെങ്കിൽ വെള്ളത്തിനടിയിലൊക്കെ വിന്യസിച്ചിരുന്ന മൈനുകൾ ഇല്ലാതാക്കുക എന്നായിരുന്നു. അങ്ങനെ മൈനുകളെല്ലാം തന്നെ പൂർണ്ണമായും എല്ലാ മൈനുകളും അവിടെ നിന്ന് മാറ്റി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അത് തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തത്. അത്തരത്തിൽ മാറ്റിക്കളഞ്ഞ മൈനുകളെല്ലാം തന്നെ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ സുരക്ഷിതമായി ആ ഹോർമൂസ് പാത പൂർണ്ണമായും സുരക്ഷിതമായി നിലനിർത്താൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായും ഹോർമൂസിലെ യാത്ര സുഗമമാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. പൂർണ്ണമായ നിയന്ത്രണം ഹോർമൂസിന്റെ ഭാഗത്തു നിന്ന് ഹോർമൂസ് കടലിടുക്കിന്റേത് തങ്ങളുടെ കൈവശമാണ് എന്ന് ആവർത്തിക്കുക തന്നെയാണ് യുഎസ് സെൻട്രൽ കമാൻഡ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുന്നത്. രഞ്ജിത്ത് അമ്പാടി.